ശരിക്കും എന്താണ് ഈ ശീകരസ്ഖലനം എന്ന് പറയുന്നത്? നമ്മൾ ശീകരസ്ഖലനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇൻ്റർകോഴ്സ് നടത്തുന്നതിന് മുമ്പായിട്ട് സ്ഖലനം സംഭവിക്കുക, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക, അതാണ് ശീകരസ്ഖലനം. പക്ഷേ അത് സാധാരണ രീതിയിൽ ഓരോ വ്യക്തികളിലും വ്യത്യാസമായിരിക്കും അതിൻ്റെ ടൈം. അതേപോലെ എനിക്കില്ല, അത് ശീകരസ്ഖലനമാണെന്നുള്ളത് കരുതരുത്. അപ്പോൾ ഇൻ്റർകോഴ്സിന് മുമ്പായിട്ട് ഒട്ടും ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ശീകരസ്ഖലനം എന്ന് പറയുന്നത്. മറ്റതെല്ലാം നമുക്ക് ചില സമയത്ത് ആൻസൈറ്റി മൂലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂലം സ്ഖലനത്തിൽ വ്യത്യാസം വരാം. ചിലപ്പോൾ നീണ്ടു പോവാം, ചിലപ്പോൾ പെട്ടെന്നാവാം. അത് ഡിപ്പെൻഡ് അപ്പോൺ. ശീകരസ്ഖലനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിനൊക്കെ നമ്മൾ ഇന്നിപ്പം സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഉദ്ധാരണ പ്രശ്നം എന്ന് പറയുന്നതും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്ധാരണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് വരുന്നത്? ഉദാഹരണത്തിൻ്റെ പ്രശ്നം ചില സമയത്ത് അത് ഒരു സൈക്കോളജിക്കലായി മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഫിസിക്കലി ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളടുത്ത് ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം കണ്ട് മനസ്സിലാക്കൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ കടമയാണ്. അവിടെയാണ് നമ്മൾ സൊല്യൂഷൻസ്. അയാൾക്ക് ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് മെഡിസിനും ട്രീറ്റ്മെൻറ്റും എടുക്കണം. അല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കെൻ്റെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം നീണ്ടു നിൽക്കുമോ, ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ യുവാക്കളുടെ ഇടയിൽ പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഉദാഹരണത്തിനൊക്കെ ബാധിക്കും. അത് നല്ല കൗൺസിലിങ്ങും കാര്യങ്ങളും നല്ല സെക്ഷൽ എഡ്യൂക്കേഷനും കാര്യങ്ങളും കപ്പിൾ തെറാപ്പിയൊക്കെ കൊടുക്കുന്നതോടുകൂടി അത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ നേരത്തെ നമ്മൾ ശീകരസ്ഖലനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഈ ശീകരസ്ഖലനം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ നോക്കണം. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള ടെൻഷനോ മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കാണണം. ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കാണണം. അതിന് ആ രീതിയിൽ നമ്മൾ ഒരു നല്ല പ്രൊഫഷണൽസ് ആൾക്കാർക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അത് മാനേജ് ചെയ്ത് കൊണ്ടുവരാനും പല ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെക്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഫാമിലിയിലുള്ള പല പ്രശ്നങ്ങളും ഈ ഉദ്ധാരണത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ശീകരസ്ഖലനത്തിൻ്റെ കാരണമായി മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ഫാമിലിയിലെ പ്രോബ്ലം എല്ലാം ഇങ്ങനെ സെക്സ് റിലേറ്റഡ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഫാമിലി പ്രോബ്ലംസ് ചിലപ്പോൾ ഇതിലേക്ക് വരുത്താം. രണ്ടുമാണ്. ഇത് അതിലേക്ക് വരും എന്നല്ല, രണ്ടും വരാം. ഇപ്പോൾ എപ്പോഴും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യവും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് സ്ഖലനം കാര്യങ്ങൾ നടത്താം, അല്ല ഉദാഹരണം വരാതിരിക്കാം. ഒക്കെ അതുമൂലം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വേണ്ടത് സ്നേഹവും പരിചരണമൊക്കെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കും. പക്ഷേ അത് അവർ രീതിയിലേക്ക് മാറും. അപ്പോൾ പലപ്പോഴും നല്ലൊരു സെക്ഷൽ ലൈഫ്, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ സെക്സും കൂടി ഉൾക്കൊള്ളതാണല്ലോ. അപ്പോൾ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് ഈ ഇങ്ങനെ ശീകരസ്ഖലനമൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഇണക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ചിലപ്പോൾ അവരെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് ചെറിയ രീതിയിലുള്ള അവരെ ഇമോഷണൽ ഇംബാലൻസിലേക്ക് എത്തുകയും ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിലൊക്കെ ബുദ്ധിമുട്ട് വരികയും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയും ദേഷ്യം പോലെയോ മറ്റുമൊക്കെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഒരാൾ തിരിച്ചറിയുകയും എന്നിട്ട് അവർ കൗൺസിലിങ്ങിന് വരികയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഫാമിലി പ്രോബ്ലംസ് എന്ന് വരുമ്പോൾ നല്ല ഹെൽത്തി അല്ലാത്ത സെക്സ് മൂലം ഇങ്ങനെ അവർ തമ്മിലുള്ള അകൽച്ച ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിലേക്ക് നയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം, അങ്ങനെ ആവാം. പക്ഷേ സെക്ഷൽ ലൈഫ് മാരേജ് ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കുടുംബ പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സാറുടെ കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൗൺസിലിംഗ് അവൈലബിളുമാണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചർച്ചകളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ സർ, നമ്മളിപ്പം
നേരത്തെ ആദ്യരാത്രിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച സമയത്ത് പുരുഷന്മാരുടെ പ്രശ്നം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളും സ്ത്രീകൾക്കും ഇതുപോലെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല സ്ത്രീകളും സെക്സിന് തീരെ തയ്യാറാവുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ അത് പറയുമ്പോൾ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിക്ക് ഇപ്പം ആദ്യം അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, പിന്നെ അവൾ സെക്സിനെ കുറിച്ച് വെച്ചിട്ടുള്ള പല ധാരണകളും ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത ബന്ധുക്കളടുത്തു നിന്നോ ഫ്രണ്ട്സുകളുടെ നിന്നൊക്കെ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ ആണുങ്ങൾ ഒട്ടും നമ്മളെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് പേടി മൂലം ഇത് സംഭവിക്കാം. പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് എടുക്കുന്ന കൂടെയും സെക്ഷൽ എഡ്യൂക്കേഷൻ എടുക്കുന്നത് കൂടെയും ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ നിൽക്കുക. അപ്പോൾ പ്രീ മാരേജ് കൗൺസിലിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് പിന്നെ കല്യാണത്തിൻ്റെ മുമ്പ്, തയ്യാറാവുന്നതിന് മുമ്പ് എടുക്കുക, പിന്നെ കല്യാണമൊക്കെ നിശ്ചയിച്ചതിൻ്റെ ശേഷം 2 പേരും കൂടി ഒന്നിച്ചെടുക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു 95% സോൾവ് ആവാനും പ്രയാസങ്ങൾ തീരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ബോധം ഇല്ലാത്തതാണ്. നമ്മളിപ്പോഴും ഇത്രയേറെ കൗൺസിലിങ്ങും കാര്യവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഫെസിലിറ്റീസ് ഒന്നും ആരും യൂസ് ചെയ്യണില്ല. അതാണ് വലിയൊരു ഇത്. അപ്പോൾ ഇത് എല്ലാം ഉണ്ടായി കഴിഞ്ഞതിനേക്കാളേറെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നെടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കിലൊക്കെ അതിനുള്ള സൗകര്യമുണ്ട്, നല്ല ലേഡി കൗൺസിലേഴ്സ് ഉണ്ട്, അവരായിട്ട് അത് സംസാരിക്കാനും ആ കാര്യങ്ങൾ പരിഹരിക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് പോവാതെ നല്ലൊരു കൗൺസിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പിന്നെ ഈ ആദ്യ രാത്രിയിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ് കാരണം, നല്ല സന്തോഷമാണ് കാരണം, എൻജോയ്മെൻ്റ് ആണ് കാരണം. അപ്പോൾ അതിനൊരു മുൻകൂറായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആദ്യം ഒരു മുൻകൂറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഓക്കെ ആയിരിക്കും. അപ്പോൾ സാർ, ഈ ശരിക്കും ആദ്യ രാത്രിയത്തെ സെക്സ് എന്ന് പറയുന്നത് പെയിൻഫുള്ളാണോ? പക്ഷേ ആദ്യ രാത്രി ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായി നിൽക്കുന്ന ഒരാൾക്കാർ ആ സമയത്ത് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ സെക്സിലേക്കൊക്കെ പോവാതെ പരസ്പരം അറിയാം. ഇനി രണ്ടാളും അതിന് യോജിപ്പാണെങ്കിൽ പിന്നെ ഓക്കെ. പക്ഷേ ആദ്യ രാത്രിയിലെ സെക്സ് പെയിനാണെന്നൊന്നും പറയാനൊന്നും പാടില്ല. അതൊന്നും ഇല്ല. അത് പെയിൻഫുള്ളൊക്കെ ആവുന്നത് ഈ രീതിയിലുള്ള ചിന്തകളും പേടികളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോഴാണ്. അല്ലാതെ ആദ്യ രാത്രിയിൽ എന്ന് പറയുമ്പോൾ പിന്നെ പെയിൻഫുള്ളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ സെക്സിനേക്കാളൊക്കെ ഏറെ നിങ്ങൾ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് പോകേണ്ടത്. ആദ്യ രാത്രി സെക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആദ്യ രാത്രി എന്ന് പറയുന്നത് തന്നെ എത്രയോ രാത്രികളുണ്ട്. അവർ തമ്മിലുള്ള ഫസ്റ്റത്തെ ഒരു രാത്രി, അത് പകലായിരിക്കാം രാത്രി ആയിരിക്കാം, നമ്മളങ്ങനെ പറഞ്ഞു പോന്നു. പക്ഷെ ആദ്യ രാത്രി തന്നെ സെക്സ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ഇനിയിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിക്കാഹൊക്കെ കഴിച്ചിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് അവർ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ? ഇല്ലേ? അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആദ്യ രാത്രിയും രണ്ടാമത്തെ രാത്രിയൊന്നും അത്ര കണക്കാക്കണ്ട. പക്ഷേ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ ഒരു പേടിയും ഇതൊക്കെ പണ്ടേ ഉണ്ടാക്കി വെച്ചതാണ്, അല്ലാതെ അതിലൊന്നും വലിയൊരു പേടിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാർ, ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മളെ ഇപ്പോൾ ബോയ്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ചോദിക്കാനുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതൊക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ വളരെ കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് ലിംഗത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. കാരണം ഇതൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചൊക്കെ വേണം എന്ന് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് പറയാറുണ്ട്. ശരിക്കും സ്ത്രീകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ഈ ലിംഗത്തിൻ്റെ വലിപ്പം അതിൽ മാറ്റർ ഒരിക്കലുമില്ല. പക്ഷേ വളരെ ചെറിയ ഇതെന്നൊക്കെ പറയുമ്പോൾ അതുണ്ട്. ലിംഗത്തിൻ്റെ വലിപ്പം കൂടിയെന്ന് കരുതിച്ചിട്ട് അത് നമ്മളിപ്പോൾ എൻ്റെ കയ്യിന് നിങ്ങളെക്കാട്ടി നീളം കൂടിയെന്ന് കരുതിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപകാരമൊക്കെ കിട്ടും. മേലെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഭക്ഷണം കഴിക്കണീനോ അല്ലെങ്കിൽ എൻ്റെ മുടി ചെയ്യണീനോ ബ്രഷ് ചെയ്യണീനൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. അതേപോലെ ലിംഗത്തിൻ്റെ വലിപ്പം കൂടിയെന്ന് കരുതി അയാളെ സെക്ഷൽ പാർട്ടിൻ്റെ അത് കൂടിയെന്ന് കരുതിച്ചിട്ടൊന്നും പിന്നെ അത് സെക്സിൻ്റെ പ്ലഷറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു സ്ത്രീയുടെ സെക്സ് എന്ന് പറഞ്ഞാൽ അവർ ആ യോനിയുടെ ഫ്രണ്ട് ഇവിടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതും ഇതും കൂടിയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് ഇന്നത്തെ കാലമുള്ള പണ്ട് മുതലേ ഉള്ളതാണ്.
ആ ഒരു സംഗതി അതിപ്പോൾ മാത്രമല്ല, പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. അതിലൊരു കാര്യം, പക്ഷേ അത് വളരെ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മളത് അറിയാം. അത് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പാരൻസ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അത് വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ സാർ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ തന്നെ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പല വിഷയങ്ങളിലേക്കും ഒരു ഘടകമായിട്ട് മാറുന്നത് നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്സ് പ്രോപ്പർ ആവാത്തതാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ അതിന് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളെന്ന് മാത്രമല്ല പുരുഷന്മാർ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. തെറ്റുകളെന്ന് പറയുന്നതിൽ അവരറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ അവർ പ്രത്യേകം രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോന്നാരും ഡിസ്കസ് ചെയ്തു തരാം. ആദ്യമായിട്ട് ഇപ്പോൾ ഈ പുരുഷന്മാർ നമ്മളെ ബെഡ്റൂമിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ എന്തൊക്കെയായിരിക്കും അത് ഒരു മിസ്റ്റേക്ക് എന്നുള്ള രൂപത്തിൽ പറയാം? പുരുഷന്മാർ, ഞാനീ പറഞ്ഞ പോലെ നിങ്ങളോട് നമ്മളേറ്റവും അറിയേണ്ടത് നമ്മൾ ഇണയാണ് അല്ലേ. പിന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളല്ലല്ലോ, രണ്ടു പേരുള്ള ശാരീരികമായിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ ഒന്ന് ശരീരം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. നമ്മൾ ഇണയെ സമീപിക്കുമ്പം ആണായാലും പെണ്ണായാലും നല്ല കുളിച്ച് വൃത്തിയൊക്കെയായി ബ്രഷൊക്കെ ചെയ്ത് അവരടുത്തേക്ക് പോവുക. അല്ലാതെ നമ്മൾ വേർക്കുന്ന മാതിരിയും സ്മെല്ലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി എപ്പോഴും ജെന്യൂനായിട്ട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ ആദ്യം പഠിക്കുക. നല്ല പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സാധാരണ രീതിയിൽ പുരുഷൻ എന്ത് ചെയ്യും, അങ്ങനെ ഇല്ലാത്ത രീതിയിലായി മാറും. അപ്പോൾ അത് ഒരു സ്ത്രീക്ക് അയലിലേക്ക് വരാനുള്ള ഒരു മടുപ്പുളവാക്കും. അപ്പോൾ പുരുഷന് പെട്ടെന്ന് സെക്സിലേക്ക് പോകാനാണ് അവന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ പുരുഷൻ പലപ്പോഴും ഫോർ പ്ലേയിലേക്കൊക്കെ പോവാതെ വേഗം ആ ഒരു താല്പര്യം സ്ത്രീയിൽ താല്പര്യം ജനിപ്പിക്കാതെ പെട്ടെന്ന് സെക്സിലേക്ക് പോകുന്നതായി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കാനും ചർച്ച ചെയ്യാറൊന്നുമില്ല. പുരുഷന് സാധാരണ രീതിയിൽ സെക്സ് കഴിഞ്ഞാൽ അവന് ക്ഷീണിക്കും, തിരിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ്. നോ, അവിടെ ഒരു സ്ത്രീക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇയാൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണോ എന്ന് ആഫ്റ്റർ സെക്സിൻ്റെ സമയത്ത് തോന്നാം. അപ്പോൾ അവളെ ഒന്ന് പുണരുവാനും അവളെ അടുത്തേക്കൊരു അവളോടൊരു സ്നേഹപ്രകടനം നടത്താനൊക്കെ വേണം. അത് ബെഡ്റൂമിലൊക്കെ വരുന്നൊരു തെറ്റ്, നല്ലൊരു മിസ്റ്റേക്ക്, ഒരു അറിവില്ലായ്മയാണ്. അപ്പോൾ നല്ല വൃത്തിയിലും രീതിയിലും നന്നായിട്ട് പോവാം. പിന്നെ സ്ത്രീയുടെ ഇണയുടെ ആ താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. സെക്സിൻ്റെ ശേഷം സ്നേഹപ്രകടനവും കാര്യങ്ങളും ചെയ്യുക. ഇതാണ് വേണ്ടത്. ഇത് സ്ത്രീകൾക്ക് പലപ്പോഴും ഫോർ പ്ലേയും അതിനുശേഷം സെക്സിൻ്റെ ശേഷം ഉണ്ടായിരുന്ന ഒരു സ്നേഹപ്രകടനമൊക്കെ കിട്ടാതാവുമ്പോൾ അവർക്കൊരു അംഗീകാരം കിട്ടാത്ത പോലെ ആണുണ്ടാവുക. പുരുഷന് സ്ഖലനം നടന്നു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ അതോടുകൂടി കഴിയും. പക്ഷേ സ്ത്രീക്ക് അതല്ല, അത് കുറച്ച് സമയം കൂടി നിൽക്കും. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടാവും.